ഹലോ വെൽക്കം ടു ചീമാസ് കിച്ചൺ. ഇന്ന് ചീമാസ് കിച്ചണിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കക്ക ഇറച്ചി കൊണ്ടുള്ള ഒരു അടിപൊളി റോസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നുള്ളതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 350 ഗ്രാം കക്ക എടുത്തിട്ടുണ്ട്. ഈ കക്ക ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായ പാനിലേക്കാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ കൂടെ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഗാർലിക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് 1 മുതൽ 2 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി കൂടി ചേർത്തതിന് ശേഷം നല്ലോണം വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ജസ്റ്റ് വഴറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഉള്ളി ഒന്ന് വേഗം വെന്ത് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടണം. അതിൻ്റെയൊക്കെ ഒരു കളറൊക്കെ മാറി ഒരു ട്രാൻസ്പാരൻ്റ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യമായിട്ട് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ക്ലാം മീറ്റ് കക്ക ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കക്ക ഇറച്ചി ഇട്ടതിന് ശേഷം നല്ലോണം ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ മസാല നന്നായിട്ട് ഈ കക്ക ഇറച്ചിയിൽ പിടിച്ച് കിട്ടണം. അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിതിനെ നല്ലോണം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിനെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് കക്കയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാൾട്ട് എക്സ്ട്രാ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഉപ്പും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം കക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ആ ഒരു ടേസ്റ്റ്, കക്കയുടെ ആ ഒരു സ്മെല്ലൊക്കെ പോയി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഈ ഒരു കക്ക റോസ്റ്റിന് നമുക്ക് കുരുമുളക് പൊടി വേണമെന്നില്ല. അപ്പോൾ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെപ്പർ പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീഫ്, മലയാളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കക്ക റോസ്റ്റിൽ അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ചേർക്കുന്ന മാതിരി നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളക് പൊടിയുടെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇത് കുറച്ച് അല്പം സമയം അധികം എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു തരത്തിൽ ഇത് കിട്ടും. അപ്പോൾ നമ്മുടെ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കക്ക എല്ലായിടത്തും കിട്ടണമെന്നില്ല. കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.